തൊട്ട് ഓക്കെയാണ്, ക്ലിയർ ആണ്. എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അല്ലാതെ അടിപൊളി രാഹുലൊക്കെ ഇങ്ങനെ അടിപൊളി എന്നാ. ഹലോ ഗൈസ്, വെൽക്കം ടു വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരാണ് KM Mac Fam. അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് പരിപാടിയാണ്. നമുക്ക് കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ 4 പേരാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ 4 പേരൊന്നും അല്ല, നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും പോവാ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഈ പരിപാടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കുന്നത് ഈവൻ്റ് എൻഗേജ്മെൻറ്റ് പരിപാടി ഇതെല്ലാം ഇപ്പോൾ അടുത്ത് വരുവാണ്. അപ്പോൾ ആശാൻ നമ്മളിപ്പോൾ ബെർലിലാണ് ഉള്ളത്. അപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മളവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇതെല്ലാം കളക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവൻ്റെ പേര് രാഹുലാണ്. അതെൻ്റെ അനിയൻ, ഇതെൻ്റെ ഫ്രണ്ടാണ് രാഹുൽ. പിന്നെ ഇതെൻ്റെ അനിയൻ മാക്സ്റ്റിലൻ, ഇതെൻ്റെ വൈഫ് സിനി. ഒരു നമ്മുടെ കലാപരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. അല്ല, എൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് മാക്ഡോൺ. അതെ, എൻ്റെ പേര് മാക്ഡോൺ. പിന്നെ ഗൈസ്, വേറെ ഇവൻ്റെ കാര്യത്തിലോട്ട് വരാം. നാളെ നാട്ടിൽ പോവാണ് ആള്. അവൻ്റെ കല്യാണം കാര്യങ്ങളെല്ലാം റെഡിയായി, എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് ആശയുണ്ട്. ഇങ്ങോട്ട് നോക്കടാ, ഒരു ഹായെങ്കിലും പറയടാ. കൊള്ളാം, പൊളിച്ച്. അപ്പോൾ അങ്ങനെ നിൽക്കുവാണ്. ആശാൻ്റെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിരിക്കുവാണ്. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്ന് ഇട്ട് നോക്കണം അല്ലേ. ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, അതിട്ടേ പോകാൻ പറ്റും. നാളെ പോവാണ് ആള്. അതെ, പറക്കം തളിക പോലെ നമ്മൾ പാന പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി മീശയൊക്കെ ഇങ്ങനെ എടുത്ത് പൊളിച്ചങ്ങ് റെഡിയാക്കും. അപ്പം പിന്നെ എന്തായാലും നമ്മൾ ഇന്ന് വേറൊരു സ്ഥലത്തും കൂടെ വന്നിരിക്കുകയാണ്. ഇനി പുറത്ത് നോക്കുമ്പോൾ ഈ ഫ്ലാറ്റിൽ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ പുള്ളിയെ കാണാൻ വന്നിട്ട് ഞങ്ങൾ പെട്ടി നിൽക്കുവാണ്. ഒരു സർപ്രൈസായിട്ട് കയറാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. പുള്ളിക്കാരൻ നമുക്കൊരു സർപ്രൈസ് പോലെ പുള്ളി പുറത്ത് പോയിരിക്കുക. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി സംസാരിക്കാം. അയ്യോ, എന്തിനു പറയാൻ, ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും. എന്തിനു വരുമെന്ന് മിസ്റ്റേക്സ് ഒക്കെ വരും, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അല്ലേ. അതെ അതെ, കുളമാക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇടയിൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ വൈഫ് വന്ന് കുറേ പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് വൈഫും കൂടെ വന്നിട്ട് വേണം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പരിപാടികളൊന്ന് ഉഷാറാക്കാൻ. കുറച്ച് ഡീസൻ്റ് ആയിട്ട് പറയൂ. അതെ അതെ, ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ ഇന്ന് നോക്കുവാൻ തോന്നുന്നു കേട്ടോ ഗൈസ്. ഒരാൾ ടീംസൊക്കെ ഇറങ്ങി. ഒരു ലൈറ്റ് അടിച്ച് കാണിക്കൂ ഗൈസ്. ഉണ്ട് ഗൈസ്, നമ്മുടെ ആളെത്തുകയാണ്. അത് നമ്മുടെ ആര്യ ചേച്ചിയാണ്. ഓ അതെ, ഒരു പോസ് കൊടുക്കൂ. കൊള്ളാം, ഹനുമാനെ പോലുണ്ട്. അല്ലല്ല, നിങ്ങളല്ല. വരൂ. എവിടെ? അതെ, ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന താരം, നമ്മളെ കട്ട പോസ്റ്റ് അടിപ്പിച്ച താരം വിഷ്ണു ബ്രോ. അങ്ങനെ നമ്മുടെ രാഹുവിൻ്റെ ഡ്രസ്സ്, നമ്മൾ കളക്ട് ചെയ്ത ഡ്രസ്സ് എടുത്തിട്ട് വരുവാണ് രണ്ടുപേരും. അപ്പോൾ ഇത് നമ്മുടെ കല്യാണ ചെക്കൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സ്, ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇട്ട് നോക്കൽ ചടങ്ങാണ് ഗൈസ്. കാരണം നാളെ പോവാണ്. എന്താകുമെന്ന് ഒരു പിടിയില്ല. ഓക്കെ ആണോടാ? അയ്യോ മോനെ, അല്ലടാ നിന്റെ ഇത് കുഴപ്പമൊന്നുമില്ല. വേറെ എന്ത് പറ്റിയാലും ഡ്രസ്സിന് കുഴപ്പമില്ല. ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ടുണ്ടാക്കിയ ഇച്ചിരി ഇത് ഒഴുകി വിഷയട്ടെ അതിനകത്ത്. ചൂടാക്കണോ? ചൂടാക്കണ്ട, അവരുടെ തൊഴിലെടുത്ത് കഴിച്ചു. ഞാൻ കൊടുക്കാം.
ഓ എൻ്റെ അമ്മ ഇപ്പൊ ഓടും. ഒരു ഇതും ഒരു ചിക്കനും വെച്ചു. എനിക്ക് പേടി ഇത്ര വേണ്ടെന്ന്. അയ്യോ ഇത്രയും വേണ്ട, അങ്ങനെ പറയണം. അയ്യോ എനിക്ക് ഇത്രയും വേണ്ട. കൊള്ളില്ല. ഇസ്തിരി പെട്ടിയുണ്ടോ? നിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ നിന്റെ അഭിപ്രായത്തിൽ ഒരു ബന്ധമില്ല. അതല്ല, കോമഡി എന്താണെന്നറിയാമോ? അതാണ് സത്യം. അതാണ് ഭീഷണിപ്പെടുത്തി തീറ്റിപ്പിക്കുന്നു. എടാ ഡ്രസ് ചെയ്യരുത്. എങ്ങനെയുണ്ട് പയ്യൻ? എങ്ങനെയുണ്ട് പയ്യൻ? നിന്നോട് മുണ്ട് എന്റെ ഒരു മുണ്ട് കൊടുക്കില്ല. എടാ നിന്നെ ഇന്ന് ട്രൈ ആക്കി സെറ്റ് ആക്കണ്ടേ? അരപ്പട്ടി കൊടുക്കുന്ന അതിന്റെ മുഖം കണ്ട നാണ വയ്ക്കുന്നോടാ. നാണം വയ്ക്കുന്ന. അതെ അതെ. നാട്ടിലൊരു കാട്ടാമാരി പച്ച വെച്ചിട്ട് പയ്യനെ ഒരുക്കി, കല്യാണ ചെക്കനെ ഒരുക്കി. മുണ്ട് കാണിച്ചു കൊടുക്കണ. തിരിയടാ. കണ്ട മണവാളൻ ഫുള്ള് റെഡി. എങ്ങനെയുണ്ട് ട്രെൻഡ്? എങ്ങനെയുണ്ട്? ഇവിടെ പൊളിച്ച് അടുക്കാണ് കേട്ടാ. ഇതാ എന്റെ വൈഫ് വിളിക്കാണ് ഗൈസ്. വൈഫ്. യെസ് ഗൈസ്, എറിയണ്ട. നമ്മുടെ ചെക്കൻ്റെ ഷൂസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നേരെ ചെക്കൻ്റെ ഷൂസ് എത്തി. ബ്രോ ഇതെന്തായാലും ഞാൻ പറഞ്ഞേ പുളി അടി ചെയ്തു. ഇത് ഞാൻ ഇപ്പൊ അവൻ എടുത്തെടുത്ത സാധനമല്ലേ നമ്മള്. ഓട്ടിക്കാനിയോ ബഫോളൊന്നും മേടിക്കണ്ട, മുണ്ട് മേടിക്കും. ബ്രോ ഒന്ന് പെട്ടി മാറ്റിയേ, പയ്യനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. പെട്ടി കാണിക്കാനല്ല പറഞ്ഞ, ക്യാമറമാനാ നശിപ്പിക്കാൻ വേണ്ടി. അപ്പൊ എൻഗേജ്മെന്റ് വാച്ചിടണം. സമയം മുഹൂർത്തത്തിന് സമയം തെറ്റിയ സീനാണ്. ഭയങ്കര ഡിസ്കഷനാണ് സംഭവം. പയ്യന്റെ കണ്ടില്ലേ, ഒരു കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങള്, കാര്യങ്ങള്, ടെൻഷൻ ഇങ്ങനെ. കാരണം നാളെ പോവല്ലേ, അതിന്റെ സെറ്റാണ്. അപ്പൊ ഇന്നത്തേക്ക് അവന്റെ ലുക്ക് കണ്ട ഗായ്സ്, വേറെന്ത് വേണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബേർൺ എയർപോർട്ടിലാണ്. നമ്മുടെ പയ്യൻ ഇന്നലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞങ്ങളുടെ പാർക്കിങ്ങിലിട്ടേക്കുവാണ് ഗൈസ്. ഇനി അങ്ങോട്ടേക്ക് കയറുന്ന വ്യൂ നോക്കാം. എന്തായാലും നീ ഇവിടെ നിൽക്കുന്നേ? ഓരോ ഷോട്ടിനും വിലയുണ്ട് കേട്ടോ. അതെ 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 അതെ, ഓരോ ഷോട്ടിനും വില. അപ്പൊ പോവല്ലേ? ചില്ല് സെറ്റ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. കാട്ടറി
അപ്പോൾ ഇവനൊരു യാത്രയപ്പ് ആയിട്ട് എന്തെങ്കിലും പരിപാടി, കലാപരിപാടി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. ഇറക്കി വിടാൻ ആ സർപ്രൈസ് ആയിട്ട് മറക്കാത്ത രീതിക്ക് ബോർഡിംഗ് ടിക്കറ്റ് കയറി കളയാന്ന്. ബോർഡിംഗ് ടിക്കറ്റ്. പിന്നെ പറയുമ്പോൾ എടാ അത് എവിടെയാടാ? ബാഗിനകത്ത് 10 രൂപ വെച്ചു. ഓക്കെ ഓക്കെ. നേരത്തെ അറിയാം. കയ്യിലിരുന്ന സാധനം. ഹാപ്പി ജേണി. ചേച്ചി വന്ന് കുരിശിട്ട് എല്ലാം മക്കളെ പെട്ടിട്ടതാ. അവരൊക്കെ മാറി നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ ഓക്കെ മച്ചാനെ. എടാ വാടാ വാടാ ഇങ്ങ് വാടാ. അയ്യോ ഞാൻ ശശിയായി. അതാരാ? ആ അതെന്താ വീഡിയോയിലായോണ്ടാ? വീഡിയോയിലൊന്നും അല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ വക എല്ലാം സെറ്റ് ചെയ്തു, പാക്ക് ചെയ്തു, കയറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ മച്ചാ. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻസൊക്കെ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.